ആറന്മുളയിൽ CPM-ൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അവിടെ വീണ ജോർജിന് ഇക്കുറി സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെട്ട് പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതിനെ എതിർത്തുകൊണ്ട് ചെമ്പട, ആറന്മുളയുടെ ചെമ്പട എന്ന് പറഞ്ഞൊരു സൈബർ ഗ്രൂപ്പും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ആറന്മുളയിൽ സംഭവിക്കുന്നത്? വീണ ജോർജ് ഇക്കുറി ആറന്മുളയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുമോ? ഈ ആറന്മുള പള്ളിയോട സംഘം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ആ. ആറന്മുള എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് എനിക്ക് അതെ, പെട്ടെന്ന് ഓർമ്മ വരുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും വള്ളംകളി, പിന്നെ ആറന്മുള ഘോഷയാത്രയും പാർത്ഥസാരഥി ക്ഷേത്രവും പാർത്ഥസാരഥി ക്ഷേത്രവും പിന്നെ വള്ളസദ്യ. ഏറ്റവും ഒടുവിൽ വള്ളസദ്യയും ഏറ്റവും ഒടുവിൽ ആറന്മുള ചീറ്റിപ്പോയ വിമാനത്താവളവും. അതെ അതെ. ആറന്മുള ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആറന്മുള ചെമ്പടക്കാർ ചിലപ്പോൾ വള്ളസദ്യയൊക്കെ വയ്ക്കാനുള്ള സാധ്യതയുണ്ട് വീണ ജോർജിനെ ഒതുക്കിക്കൊണ്ട്. ആ, ആ. ഈ കുറേ നാൾ മുമ്പ് തന്നെ വീണ ജോർജിനെതിരെ വ്യാപക പരാതി ഉയരുന്നുണ്ട്. അടൂരിൽ നിന്നുള്ള MLA ചിറ്റയം ഗോപകുമാർ, ഉവ്വ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല എന്ന് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ ആണ് ഈ അടൂരും ആറന്മുളയൊക്കെ. അടുത്തടുത്ത് തന്നെയാണ്, വലിയ അകലമൊന്നുമില്ല. അപ്പോൾ പത്തനംതിട്ടയ്ക്കുള്ള ഒരു മന്ത്രിയാണിത്. അപ്പോൾ ഫോൺ എടുക്കാറില്ല. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ വിളിച്ചാൽ എടുക്കുമോ? ഇല്ല. അങ്ങനെ പിന്നെ പ്രാദേശിക നേതാക്കളും വലിയ പരാതി ഇതുപോലെ പറയുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ഇങ്ങനെ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീണ ജോർജിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രംഗത്ത് വന്നിരിക്കുന്ന പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പോലുമുള്ള ശക്തി ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ മൂലം ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ല പ്രശാന്ത്, ഞാൻ ചോദിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പൊതുജന ആരോഗ്യം. അതിൽ വീഴ്ച സംഭവിച്ചാലേ കോവിഡ് കാലത്ത് പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് ഈ കോവിഡിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചു എന്നൊക്കെയുള്ള ഒരു പേരെടുത്തു. KK ശൈലജ അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കൊണ്ടുപോയത് പിണറായി വിജയൻ. ഇത് ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ 10 മടങ്ങ് അവര് PR വർക്ക് നടത്തി ബൂസ്റ്റ് ചെയ്യും. അതിന് അവർക്ക് പ്രത്യേക കിറ്റും കൊടുത്തു. ഇതെല്ലാം അത് കേന്ദ്രവിഹിതമാണ്. അതെ അതെ. അത് പറയാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാർക്ക് നട്ടലിന് ഉറപ്പില്ലാതെ BJP-കാർക്ക് വാ കൂട്ടിയിരിക്കുകയും ചെയ്തു. ഇത് രണ്ടും കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ആരോഗ്യ വകുപ്പ് അങ്ങനെ ഒന്ന് പച്ച പിടിച്ച് നിന്നു. വീണ ജോർജ് വന്നപ്പം പിണറായി വിജയൻ 2014 അധികാരത്തിൽ വന്നപ്പോൾ 2-3 വകുപ്പ് ഗംഭീരമാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പിന്നെ പൊതുഗതാഗതവുമുണ്ട്. അതെ. ഇതൊക്കെ നേരെ ആയി കഴിഞ്ഞാൽ ജനങ്ങൾ അല്പം തൃപ്തരാകും. അതെ. ഇവിടെ ഞാൻ ചോദിച്ചിട്ട് ആരോഗ്യരംഗത്ത് നേരത്തെ തന്നെ ഒരിടങ്ങളിലും മരുന്നില്ല, മന്ത്രമില്ല, വേണ്ടത്ര ചികിത്സ, വലിയ പരാതിയാണ്. കാരണം ജനം മുഴുവൻ ഈ അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയി അവൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ അവിടെ തുലയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കൊക്കെ ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പിന്നെ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും, വിദേശങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെയാണ് അടിക്കടി ഈ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ നാട്ടുകാർ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. സാർ, ഈ വളരെ മുമ്പ് മുതലേ ഈ ആശുപത്രിയിൽ മരുന്നുകളില്ല എന്നുള്ള പരാതി വളരെ വ്യാപകമാണ്. അപ്പോൾ എനിക്കറിയാം, ഏതാണ്ട് 2 വർഷം മുമ്പ് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കവേ, അന്ന് ആറ്റിങ്ങലിൻ്റെ MP ആയിരുന്നു, ഇലക്ഷന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്, MP ആയിരുന്ന അടൂർ പ്രകാശ് ഈ കാര്യം പരസ്യമായിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം മുമ്പ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ആശുപത്രികളിൽ മരുന്നുകളില്ല, വെറും പാരസെറ്റമോൾ ഗുളിക മാത്രം വാങ്ങിച്ചു വെച്ചാൽ പോരാ, ഈ കാരുണ്യ ഫാർമസിയിലടക്കം മരുന്നുകളില്ല, ജനം മരുന്ന് വാങ്ങാൻ എവിടെ പോകും? അപ്പോൾ ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ വഴി മരുന്ന് വാങ്ങുന്ന പ്രക്രിയ നടക്കുന്നില്ല. കാരണം പണമില്ല. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു അഹങ്കാരം, ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവർ പറഞ്ഞു, ഈ കേന്ദ്രം പറഞ്ഞല്ലോ, നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെല്ലാം പേര് മാറ്റിയിട്ട് മറ്റേ ആയുഷിൻ്റെ ഇതനുസരിച്ച് ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്ന് പറഞ്ഞു. ഈ മന്ദിർ എന്ന് കേട്ടതും മന്ത്രിയുടെ പിന്നെ എന്താ പറയുക, ഇതങ്ങ് പോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു. അത് വർഗീയതയാണ്, അതിവിടെ പറ്റില്ല. ഈ മന്ദിർ എന്ന് വെച്ചാൽ കെട്ടിടമെന്നും അർത്ഥമുണ്ട്, അമ്പലമെന്നും അർത്ഥമുണ്ട്.
ഒരു വാക്കിന് പല അർത്ഥങ്ങൾ വരും. ഇപ്പോൾ ഹിന്ദിയിൽ അവരുദ്ദേശിച്ചത് കേന്ദ്ര സർക്കാർ പണം തരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം അവിടെ ബോർഡിൽ കാണിക്കണം. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, പ്രതിരോധ മന്ത്രാലയം എന്ന് കാണിക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ കാണിക്കണ്ടേ ആ ഓഫീസിൻ്റെ പേര്? അല്ലാതെ അവിടെ അത് മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പേര് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ആരോഗ്യ മന്ത്രി എന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതമല്ല. കേന്ദ്രത്തിൻ്റെ പണം വേണ്ട. എന്നിട്ട് പരസ്യമായിട്ട് നിയമസഭയിലടക്കം ഈ മന്ത്രി പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ നോക്കാം. കേരളം അങ്ങനെ ഒരിടത്തും മുട്ടുമടക്കില്ല. കേരളം നമ്പർ 1 ആണ്, രാജ്യത്തിന് മാതൃകയാണ്. ഇപ്പം എന്തായി? ഈ രാജ്യത്തിന് മാതൃകയായിരിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിച്ച് മരുന്ന് കൊടുക്കാനുള്ള സംവിധാനമില്ല. മരുന്ന് വാങ്ങാനുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല. കടത്തിന് മീതെ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ആരോഗ്യമന്ത്രി എന്ന് വെച്ചില്ലെങ്കിൽ ഫണ്ട് തരില്ല. ഇതിനകത്ത് ഇവർക്ക് എന്നിട്ട് നാണം കെട്ട് അവസാനം പോയി ഒപ്പിട്ടു, ആരോഗ്യമന്ത്രി എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ 600 കോടി കിട്ടാനുണ്ട്, 800 കോടി കിട്ടാനുണ്ട്. ലാപ്സായ തുക ഇനി എങ്ങനെ കിട്ടും? അതിന് ഈ ആരോഗ്യമന്ത്രി മറുപടി പറയണ്ടേ? നാക്കി നെല്ലില്ല എന്ന് വെച്ച് എന്തും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ നടക്കുമോ? അതൊക്കെ ഈ വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്ത് അതൊക്കെ നടക്കും. ഈ 2026 LDF അധികാരം നഷ്ടപ്പെടാൻ പോകുന്നതിൽ 3 വനിതാ മന്ത്രിമാരും അതിലൊന്നാണ്, 1-ാം പ്രതിയാണ് വീണ ജോർജ്, 2 മന്ത്രി ബിന്ദു, 3 ചിഞ്ചു റാണി, ഡാൻസ് കളിച്ച ചിഞ്ചു റാണി. ഈ 3 പേരിലൂടെ നിരവധി ഘടകങ്ങളുണ്ട് LDF ഭരണം നഷ്ടപ്പെടാൻ. വനിതാ മന്ത്രിമാരിലൂടെ നഷ്ടപ്പെടുന്നതിന്റെ ഇവർ 3 പേരും ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന LDF ആയിരിക്കും. അപ്പോൾ പ്രധാന വകുപ്പാണ് ഈ ആരോഗ്യ വകുപ്പ്. പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ വിദ്യാഭ്യാസവും, അത് പോയി കിടക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ എന്തായാലും പക്ഷേ 3-ാം തവണ സീറ്റ് കൊടുക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി അവിടെ പത്തനംതിട്ടയിൽ വീണ ജോർജ്, പത്തനംതിട്ടയില്ല ആറന്മുളയിൽ, ക്ഷമിക്കണം, ആറന്മുളയിൽ വീണ ജോർജ് വന്നത് തന്നെ എങ്ങനെയാണ്? അത് സഭയുടെ ഒരു സംഘടിത വോട്ട് ബാങ്കിന്റെ ബലത്തിൽ അവിടെ വന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഒരു മിഷണറിയും കൂടെ ചേർന്നപ്പോഴാണ് വർഷങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായി UDF കയ്യിലിരുന്ന ഒരു ശിവദാസൻ നായരെ തോൽപ്പിച്ചാണ് വീണ ജോർജ് വരുന്നത്. അതിന് മുമ്പ് അവിടെ മാലയത്ത് സരളാദേവി ജയിച്ചു. അങ്ങനെ പലരും. UDF മണ്ഡലമാണ് ആറന്മുള. ഒരു UDF വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. പണ്ട് MV രാഘവനോട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. കടമ്മനിട്ട ജയിച്ചിട്ടുണ്ട്. കടമ്മനിട്ട പിന്നീട് തോറ്റു 2-ാമത്തെ തവണ. കടമ്മനിട്ട നാട്ടുകാരനും കൂടിയാണ്, പത്തനംതിട്ടക്കാരനാണ്. അതെ. അങ്ങനെ ഇപ്പം ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ഈ പാർട്ടി ഈ പറഞ്ഞതുപോലെ സഭയുടെ നോമിനിയായിട്ട് വന്ന ആളാണല്ലോ. അങ്ങനെയാണ് 2-ാം തവണ മന്ത്രിയാകുന്നത്. 16-ലാണ് ആദ്യം ജയിക്കുന്നത്. 19-ൽ ലോക്സഭയിലേക്ക് നിന്നു, മത്സരിച്ചു, തോറ്റു. 21-ൽ അങ്ങനെ മന്ത്രിയും ആകുന്നു. അതൊക്കെ സഭയുടെ ചില ഡിമാൻഡുകളായിരുന്നു, മന്ത്രിയാക്കണം എന്നുള്ളത്. അത് തീർന്നല്ലോ, ആകെ കഴിഞ്ഞു. മന്ത്രിയാക്കിയതോടുകൂടി ഈ ആറന്മുളക്കാർ മുഴുവനും അവരെ സത്യത്തിൽ വെറുക്കുന്ന പോലെയായി. കാരണം അത്തരത്തിലായി ഭരണം. ഈ കപ്പൽ ആടിയൂലയില്ല സാർ. അതെ, അത് കപ്പല് ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ട്. ഇപ്പം എല്ലാം തകർന്നടിഞ്ഞല്ലോ, തകർത്തു എന്ന് വേണമെങ്കിൽ. അതെ, എല്ലാവരും കൂടെ ചേർന്ന് തകർത്തു. ഇപ്പൊ ക്യാപ്റ്റൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ചെമ്പട എന്തായാലും അല്ല, പാർട്ടിക്ക് ഉള്ളിലെ വിഭാഗീയതയാണ്, സംശയമില്ല. കാരണം പാർട്ടിക്ക് പുറത്തുള്ള UDF BJPയുടെയോ ആക്രമണമല്ല. അവിടെ വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം സാർ. അവിടെ UDF പുറമെ BJP അവിടെ നല്ല രീതിയിൽ വോട്ട്. LDF നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. കോന്നി നഷ്ടപ്പെടും, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ മത്സരിക്കുമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. BJPയിൽ നിന്ന് കുമ്മനമായിരിക്കും എന്നറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോവും. ഈ LDF ഉള്ളിലെ ചേരിപ്പോര് വലിയ തിരിച്ചടിയായിരിക്കും അവിടെ ആറന്മുളയിൽ. CPM ഉള്ളിലെ ചേരിപ്പോര് LDF നൽകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.